الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أعوذ بالله من الشيطان الرجيم وقالوا إن نتبع الهدى معك نتخطف من أرضنا أولم نمكن لهم حرما آمنا يجبى إليه ثمرات كل شيء رزقا من لدنا ولكن أكثرهم لا يعلمون. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തവും തൃപ്തിയും ലഭിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു ആ സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, മുസ്ലിം സമൂഹം പലതരത്തിലുള്ള കാരണങ്ങളാൽ വലിയ ഭയപ്പാടിലാണുള്ളത്. പള്ളികൾ പൊളിയുന്നു, പൊളിച്ചുകൊണ്ടിരിക്കുന്നു. പള്ളികൾ മറ്റു ആരാധനാലയങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. പള്ളികളിൽ മറ്റു മതസ്ഥരുടെ ആരാധനകൾ നടത്തുന്നു. മൊത്തത്തിൽ സമൂഹം ഒരു ഭയപ്പാടിലാണ്. അല്ലെങ്കിൽ സമൂഹത്തെ, മുസ്ലിം സമൂഹത്തെ ആരോ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ചില കാര്യങ്ങൾ ഗൗരവത്തോടു കൂടി നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട്. ജീവിതം പരീക്ഷണങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് നമ്മളൊക്കെ പറയാറുണ്ട്. പരീക്ഷണങ്ങൾ പലവിധമുണ്ട്. അള്ളാഹു പരീക്ഷണങ്ങളെ എണ്ണിയതിൽ ഒന്നാമതായി എണ്ണിയത് പട്ടിണിയല്ല, വെള്ളപ്പൊക്കമല്ല, പ്രാരാബ്ധങ്ങളല്ല, രോഗങ്ങളല്ല, മറിച്ച് ഭയമാണ്. വലനബലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫ്, ഒന്നാമത് എണ്ണിയത് അതാണ്. അപ്പോൾ ഭയം കൊണ്ട് പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്നത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. പരീക്ഷണങ്ങൾ നമുക്ക് തിരിഞ്ഞു നോക്കാനുള്ളതാണ്. വബലൗനാഹും ബിൽ ഹസനാതി വസ്സയ്യിആതി ലഅല്ലഹും യർജിഊൻ. നല്ല കാര്യങ്ങളെക്കൊണ്ടും പ്രയാസമുള്ള കാര്യങ്ങളെക്കൊണ്ടും നാം പരീക്ഷിക്കും. അള്ളാഹുവിൻ്റേതാണ് വാക്ക്. അത് ലഅല്ലഹും യർജിഊൻ, അവരൊന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാനാണ്. അതല്ലാതെ പേടിച്ച് ഭയപ്പെട്ട് കഴിഞ്ഞുകൂടാനല്ല. ആരെങ്കിലും പേടിപ്പിക്കുമ്പോൾ പേടിക്കേണ്ടവരല്ല നാം. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക നമ്മുടെ ജീവിതത്തിലേക്ക്. എന്തുകൊണ്ട് ഭയപ്പാടുകൾ വരുന്നു? ഭയങ്ങൾ സൃഷ്ടിക്കുന്ന സംഭവങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നത്. അള്ളാഹു നൽകിയ
അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനമായത് ഭയമില്ലാത്ത അവസ്ഥയാണ്, നിർഭയത്വം. അംന് എന്ന് ഖുർആൻ അതിനെ പ്രയോഗിച്ചിട്ടുണ്ട്. നിർഭയത്വത്തിന് 2 പദങ്ങളാണ് ഖുർആനിൽ വന്നിട്ടുള്ളത്. ഒന്ന് അംനാണ്, രണ്ടാമത്തേത് അമനത്താണ്. രണ്ടും പരസ്പര സാദൃശ്യമുള്ളതും എന്നാൽ ചെറിയ വ്യത്യാസമുള്ളതുമാണ്. ഇതിലൊന്നാമത്തേത് പറഞ്ഞ സ്ഥലത്ത് അള്ളാഹു ചോദിക്കുന്നുണ്ട്. സൂറത്ത് അൻആമിലെ 81-82 വചനങ്ങളാണ്. ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംൻ ഇൻ കുൻതും തഅലമൂൻ. 2 ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് അത് ചോദിക്കുന്നുണ്ട്, ഈ 2 ഗ്രൂപ്പിൽ ഏത് ഗ്രൂപ്പിനാണ് നിർഭയത്വത്തിന് ഏറ്റവും അർഹതയുള്ളത്? അള്ളാഹുവിൻ്റേതാണ് ചോദ്യം. ഒന്നാമത്തെ ഗ്രൂപ്പ് അള്ളാഹുവിൻ്റെ കൂടെ അള്ളാഹുവല്ലാത്തവരെ പങ്കുചേർക്കുന്നവരാണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്നവരാണ്. എന്നിട്ട് അള്ളാഹു തന്നെ മറുപടി പറയുകയാണ് ചോദ്യം ചോദിച്ചിട്ട്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ. അവിടെയാണ് അംന് പറഞ്ഞത്. വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ഒരു തരത്തിലുള്ള അന്യായം കലർത്താതെ ജീവിക്കുകയും ചെയ്തവരാരാണോ അവർക്കാണ് അംനുള്ളത്, അവർക്കാണ് നിർഭയത്വമുള്ളത്. ഇതാണ് ഖുർആൻ ഉപയോഗിച്ച ഒന്നാമത്തെ അംന്. രണ്ടാമത്തേത് അമനത്താണ്. 2 സ്ഥലങ്ങളിൽ ഈ അമനത്ത് എന്ന പദം പ്രയോഗിച്ചിട്ടുണ്ട്. ഏകദേശം ഇതേ ആശയം തന്നെയാണ്, നിർഭയത്വം എന്ന് തന്നെയാണ്. ഒന്നാമത്തേത് രണ്ടും യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നാമത്തേത് ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് യുഗശീകുമുൻ നുആസ അമനതൻ മിൻഹു. അവൻ നിങ്ങളെ, അള്ളാഹു നിങ്ങളെ ഒരു തരം മയക്കം തന്നു. അത് നിങ്ങൾക്കൊരു നിർഭയത്വം കിട്ടാൻ വേണ്ടിയായിരുന്നു. രണ്ടാമത്തേത് ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. ثم أنزل عليكم من بعد الغم أمنة نعاسا. അവിടെയും അമനത്ത് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ നിസ്സാരമാണ്. അംന് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പൊതുവെ നമുക്ക് കിട്ടേണ്ട എല്ലാ നിർഭയത്വവും എല്ലാ സുരക്ഷിതത്വവും അംനാണ്. അമനത്തെന്ന് പറയുന്നത് അപ്പോൾ ഉണ്ടാകുന്നതാണ്, പ്രസൻ്റലി സംഭവിക്കുന്നത്. ഇവിടെ ഉഹദ് യുദ്ധത്തിൻ്റെ സമയം വല്ലാത്ത പ്രയാസമനുഭവിച്ച സമയമായിരുന്നു, നമുക്കറിയാം. ആ സന്ദർഭത്തിൽ ثم أنزل عليكم من بعد الغم أمنة نعاسا. പിന്നീട് നിങ്ങൾക്ക് വല്ലാത്ത ദുഃഖം വന്നു, പ്രയാസം വന്നു, അതിനുശേഷം ഒരു മയക്കം തന്നു. ആ മയക്കം ഒരു നിർഭയത്വമായിരുന്നു. നിർഭയത്വത്തിന് വേണ്ടിയാണ് നിങ്ങളൊന്ന് മയക്കിയത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം നമുക്കൊക്കെ അറിയാം. അത് ഭക്ഷണമല്ല, റിസ്ഖല്ല, ഉപജീവനത്തിനുള്ള മറ്റു മാർഗങ്ങളല്ല, നമ്മുടെ പാർപ്പിടങ്ങളല്ല, നമ്മുടെ മക്കളോ കുടുംബമോ ഒന്നുമല്ല. മറിച്ച് അതൊക്കെ ഉണ്ടായാലും നിർഭയത്വമില്ലെങ്കിൽ ജീവിതത്തിനൊരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് അത് നിർഭയത്വമാണ്. മനസ്സിൻ്റെ സമാധാനം, സന്തോഷം. അപ്പം മാത്രമേ ഭയം പോവുള്ളൂ. ഭയം പോകുമ്പോഴാണ് ആ സ്ഥലത്ത് ഭയമില്ലാത്ത അവസ്ഥ വരുന്നത്. ഭയം പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ സമാധാനം വരുന്നത്. ഭയം പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ സന്തോഷവും സൗഭാഗ്യവും വരുന്നത്. ഇത് അള്ളാഹു നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ്. അതിൻ്റെ നേരെ വിപരീതം, അതെപ്പോഴും അങ്ങനെയാണ്, അനുഗ്രഹങ്ങളുടെ നേരെ വിപരീതം പരീക്ഷണമായിരിക്കും. അതുകൊണ്ടാണ് നിർഭയത്വത്തിൻ്റെ നേരെ വിപരീതമായ ഭയമാണ് ഒന്നാമത്തെ പരീക്ഷണത്തിന് ഉപാധിയായി അള്ളാഹു നിശ്ചയിച്ചത് എന്ന് നാം മനസ്സിലാക്കിയത്. നമ്മുടെ ചരിത്രത്തിലേക്ക് തിരിച്ചു പോയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നിർഭയത്വം അള്ളാഹു നൽകിയ ചില
പ്രദേശങ്ങളെ നമുക്ക് പരിശോധിച്ചാൽ അത്ഭുതം കാണാൻ സാധിക്കും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് മുമ്പ് മക്കയിലെ ഖുറൈശി സമൂഹം, അവിടെയാണല്ലോ നബി വന്നത്, ആ സമൂഹത്തിന് അള്ളാഹു നിർഭയത്വം നൽകി. ആ നിർഭയത്വം അത്യത്ഭുതകരമായിരുന്നു. അവർ വിശ്വാസികളല്ല, എന്നിട്ടും നമുക്കറിയാം ഖുറൈശികളെ പേടിപ്പിച്ച വിറപ്പിച്ച അബ്രഹത്തിനെ കുറിച്ച്. അബ്രഹത്ത് ശ്രമിച്ചത് മറ്റൊരു കഅബ ഉണ്ടാക്കാനായിരുന്നു. കഅബ ഉണ്ടാക്കി, പക്ഷേ അവിടേക്ക് തീർത്ഥാടകർ വരുന്നില്ല. അപ്പോൾ കഅബ പൊളിച്ചു കളയാം, നശിപ്പിച്ചു കളയാമെന്ന് അബ്രഹത്ത് തീരുമാനിച്ചു. നോക്കൂ അള്ളാഹു എന്താ സംഭവിപ്പിച്ചത് എന്ന്. സൂറത്തുൽ ഫീൽ നമ്മളൊക്കെ ഓതാറുണ്ട്. ആ അനുഭവം എല്ലാവരും ആ സൂറത്ത് ഓതുമ്പോൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാകും. അവർ മുസ്ലിങ്ങളായിരുന്നില്ല, എന്നിട്ടും അള്ളാഹു അബ്രഹത്തിൻ്റെ ക്രൂരതയിൽ നിന്ന് കഅബാലയത്തെ സംരക്ഷിച്ചു. പിന്നീടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു. നബി തിരുമേനി പ്രബോധനം ആരംഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് വിശ്വസിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. വിശ്വസിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത് വെറുതെ ആയിരുന്നില്ല. അള്ളാഹു അവർക്ക് നൽകിയ നിഅമത്തുകളെ എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു. നിഅമത്തുകളെ എണ്ണി പറഞ്ഞു. അതാണ് സൂറത്ത് ഖുറൈശ്. ചെറിയ സൂറത്ത് നമുക്കൊക്കെ അറിയാം. സൂറത്തുൽ ഫീൽ കഴിഞ്ഞാൽ തൊട്ടടുത്ത് ലഇലാഫി ഖുറൈശ് ഇലാഫിഹിം റിഹ്ലത്തശ് ശിതാഇ വസ്സൈഫ്. ആരെയാണ് ഓർമ്മിപ്പിക്കുന്നത്? ഖുറൈശികളെ. നിങ്ങൾ അനുഭവിക്കുന്ന നിർഭയത്വമില്ലേ, നിങ്ങൾക്ക് കിട്ടുന്ന സൗകര്യമില്ലേ, അതാണ് ഈലാഫ്. എന്തിനൊക്കെയുള്ള നിർഭയത്വം, എന്തിനൊക്കെയുള്ള സംരക്ഷണം? റിഹ്ലത്തശ് ശിതാഇ വസ്സൈഫ്. നിങ്ങൾ ശൈത്യകാലത്തും ഉഷ്ണകാലത്തുമൊക്കെ നടത്തുന്ന വാണിജ്യ യാത്രകൾക്ക് നിങ്ങൾക്ക് എവിടെയും തടസ്സമുണ്ടായിട്ടുണ്ടോ? ചുറ്റുഭാഗവും എല്ലാവർക്കും തടസ്സമുണ്ടായിരുന്നു, പക്ഷെ ഖുറൈശികൾക്ക് തടസ്സമുണ്ടായില്ല. അവർ നിർഭയത്വത്തോടു കൂടി യാത്ര ചെയ്തു. ഖുറൈശികളെ തടയാൻ എല്ലാ ശക്തിക്കും ഭയമായിരുന്നു. അള്ളാഹു പറയുന്നു, അതുകൊണ്ട് ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ്. അതുകൊണ്ട് ഖുറൈശികളെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഇങ്ങനെ നിർഭയത്വം നൽകിയ, വിശന്നപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകിയ നിങ്ങളുടെ റബ്ബിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ആവശ്യപ്പെട്ടത് അതായിരുന്നു. എല്ലാത്തരം ഭയങ്ങളിൽ നിന്നും അവരെ രക്ഷിച്ചു. ഖുർആൻ അത് പറയുന്നുണ്ട്. അവലം യറൗ അന്നാ ജഅൽനാ ഹറമൻ ആമിനൻ. അവർ ചിന്തിക്കുന്നില്ലേ, അവർക്കൊരു ഹറമുൻ ആമിൻ നൽകി, നിർഭയത്വമുള്ള പവിത്രമായ ഒരു പ്രദേശം. അതായിരുന്നു വിശുദ്ധ മക്ക. ഏത് കാലത്ത്? ഇസ്ലാം വരുന്നതിന് മുമ്പ് പോലും അത് ഹറമാണ്. ഹറമാണ്, അവിടേക്ക് ആരും അടുക്കൂല. സ്വന്തം പിതാവിനെ കൊന്ന ഘാതകനെ പോലും തൊടാൻ ജനങ്ങൾക്ക് ഭയമായിരുന്നു. എത്ര അത്ഭുതമാണെന്ന് ചിന്തിച്ചു. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, വയുതഖത്തഫു നാസ് മിൻ ഹൗലിഹിം. നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾക്ക് ചുറ്റും ജനങ്ങൾ പലതരത്തിലുള്ള റാഞ്ചലുകൾക്കും വിധേയമാക്കപ്പെട്ടുകൊണ്ടിരുന്നു, പലതരം പ്രശ്നങ്ങൾ. പക്ഷെ നിങ്ങൾക്കോ ഒന്നുമില്ല, നിർഭയത്വം നിങ്ങൾക്ക് നൽകി. അതുകൊണ്ട് ഫല്യഅ്ബുദൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഓർമ്മിപ്പിച്ചത് അതായിരുന്നു. നമ്മുടെ ചരിത്രം നമ്മൾ അറിയാം. പക്ഷേ ഖുറൈശികൾ പകരം എന്തു കൊടുത്തു? ഖുറൈശികൾ വിശ്വസിച്ചോ? മഹാഭൂരിപക്ഷവും ആ കാലത്ത് വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, അവരുടെ പ്രവർത്തനങ്ങളെ കൊണ്ടും വാക്കുകളെ കൊണ്ടും അവർ മറുപടി പറഞ്ഞു. പ്രവർത്തനങ്ങളെ കൊണ്ട് പറഞ്ഞ വാക്കായിരുന്നു അത്ഭുതം. പ്രവർത്തനങ്ങളെ കൊണ്ട് പറഞ്ഞതായിരുന്നു മറുപടിയായിരുന്നു ഏറ്റവും അത്ഭുതം, വാക്കുകളെ കൊണ്ടല്ല. പ്രവർത്തനങ്ങൾ കൊണ്ട് അവർ ചെയ്തത്, ഒന്നാമതായി ചെയ്തത് വിശുദ്ധ കഅബാലയത്തിനകത്ത് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചു. ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത് എന്ന് പറഞ്ഞപ്പോൾ കുറേ വിഗ്രഹങ്ങൾ കൊണ്ട് അതിനകത്ത് പ്രവേശിപ്പിച്ച് അതിനായിരുന്നു അവരുടെ ഇബാദത്തുകൾ. പ്രവർത്തനങ്ങളെ കൊണ്ട് അവർ നൽകിയ മറുപടിയിലെ രണ്ടാമത്തേതായിരുന്നു
ഈ ദഅവത്തുമായി വന്ന നബിയെയും സഹാബത്തിനെയും ക്രൂരമായി മർദ്ദിച്ചവശരാക്കി. ചരിത്രം നമുക്കറിയാം. വാക്കുകളെ കൊണ്ടും അവർ മറുപടി പറഞ്ഞു. അതായിരുന്നു ഏറ്റവും കൗതുകകരമായ മറുപടി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മറുപടി നമുക്ക് എടുത്തു പറഞ്ഞു തരുന്നുണ്ട്. സൂറത്ത് ഖസസിൽ 57-ാമത്തെ വചനം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് അതാണ്. വഖാലു, അവർ പറഞ്ഞു, ഇന്നത്തബിഉൽ ഹുദാ മഅക്, മുഹമ്മദേ, താൻ പറയുന്ന പ്രകാരം തൻ്റെ ഹുദയെ ഞങ്ങൾ പിൻപറ്റിയാൽ നുതഖത്തഫ് മിൻ അർദിനാ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങൾ പിഴുതെറിയപ്പെടും, ഞങ്ങൾ എടുത്തെറിയപ്പെടും. ഈ നാടിൻ്റെ മതമതല്ല, ഈ നാടിൻ്റെ രീതി അതല്ല. ഞങ്ങൾ നിന്റെ കൂടെ കൂടിയാൽ ഞങ്ങൾ പിഴുതെറിയപ്പെടും. ഇതായിരുന്നു അവരുടെ മറുപടി. അള്ളാഹു തിരിച്ചു ചോദിച്ചു അവരോട്, അവലം നുമക്കില്ലക്കും ഹറമൻ ആമിന, എന്നിട്ടോ നിങ്ങൾ എന്തെങ്കിലും പിഴുതെറിയപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ഹറമുൻ ആമിൻ തന്നില്ലേ? നിർഭയത്വമുള്ള പവിത്രമായ ഒരു പ്രദേശം. നിങ്ങളെ തൊടാൻ ലോകത്തുള്ള എല്ലാവർക്കും ഭയമായിരുന്നില്ലേ? മാത്രമോ യുജ്ബ ഇലൈഹി സമറാത്തു കുല്ലി ഷൈ, ആ നാട്ടിലേക്ക് എല്ലാ നാടുകളിൽ നിന്നുമുള്ള കായ്കനികളും പഴവർഗ്ഗങ്ങളും കൊണ്ടുവരപ്പെട്ടില്ലേ? അത്ഭുതമായിരുന്നു മക്ക. മക്ക കൃഷിയോഗ്യമായ സ്ഥലമല്ലെന്ന് എല്ലാവർക്കും അറിയാം. അവിടെ പഴങ്ങളും പഴവർഗ്ഗങ്ങളിൽ പലതും ഉണ്ടാകുന്നില്ല. പക്ഷേ എല്ലാ പഴവർഗ്ഗങ്ങളും എല്ലാ കായ്കനികളും എല്ലാ വിഭവങ്ങളും യഥേഷ്ടം ലഭിക്കുന്നു. അല്ലാഹു പറയുന്നത് റിസ്ഖൻ മിൻ ലദുന്ന, അത് നിങ്ങൾ ചെയ്ത കൃഷിയായിരുന്നില്ല, മറിച്ച് നമ്മുടെ ഭാഗത്തു നിന്നുള്ള റിസ്ഖായിരുന്നു. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, പക്ഷേ ഭൂരിഭാഗം ആളുകളും ഇതൊന്നും ചിന്തിക്കുന്നില്ല. ഇതായിരുന്നു വാക്കുകൊണ്ടുള്ള അവരുടെ മറുപടി. എന്തുമാത്രം മോശമായിരുന്നു ആ മറുപടി എന്ന് ചിന്തിച്ചു നോക്കൂ. ചുരുക്കത്തിൽ അള്ളാഹു നൽകിയ നിർഭയത്വത്തിന് പകരം നൽകാൻ അവർ സന്നദ്ധരായിരുന്നില്ല. ഇതാണ് പാഠം. ഇതാണ് പാഠം. നമ്മൾ പറഞ്ഞു, നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ നിർഭയത്വമുള്ള സമാധാനമുള്ള നാടാണ്. നമ്മളങ്ങനെ പറഞ്ഞു അല്ലേ? കൊട്ടിഘോഷിച്ചു, എല്ലായിടത്തും എഴുതി, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറഞ്ഞു, സുരക്ഷിതത്വം വല്ലാതെയുള്ള നാടെന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം നമ്മൾ മറന്നുപോയി. അതെന്താ? ആ സുരക്ഷിതത്വം നൽകിയവനെ നമ്മൾ മറന്നുപോയി. ആ സുരക്ഷിതത്വം നൽകിയ, ആ സംരക്ഷണം നൽകിയ, ആ നിർഭയത്വം നൽകിയ റബ്ബിനെ നമ്മൾ വിട്ടുപോയി. അതാണ് അടിസ്ഥാനം. നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടത് അതിലേക്കാണ്. ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ നേർക്കല്ല തിരിയേണ്ടത്, ഏതെങ്കിലും ഭരണാധികാരികളുടെ നേർക്കല്ല തിരിയേണ്ടത്. നമ്മൾ പഠിക്കണം പാഠം. എന്താണ് നമുക്ക് നഷ്ടപ്പെട്ടത്? നമുക്ക് നഷ്ടപ്പെട്ടത് അള്ളാഹു നൽകിയ ദീനിനെ നാം അവഗണിച്ചു എന്നത് മാത്രമാണ്. നമ്മളും പറയുന്നു ഇന്നത്തബിഉൽ ഹുദാ മഅക് നുതഖത്തഫ് മിൻ അർദിനാ, അല്ലേ? നമ്മളും പറയുന്നു ദീനനുസരിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് പറയാനുള്ള എന്താ? അതോ ദീനിന്റെ ചിഹ്നങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ ഇവിടെ ജീവിക്കാൻ പറ്റുമോ? ഇവിടുന്ന് പിഴുതെറിയപ്പെടൂലേ? എന്തൊരു വിരോധാഭാസം ആലോചിച്ചു നോക്കൂ. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെയൊക്കെ ചുണ്ടുകളിൽ നിന്ന് വാക്ക് വന്നിട്ടുണ്ട്, ഇവിടെ ദീൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ദീൻ പ്രാക്ടീസ് ചെയ്ത് ജീവിക്കുക എന്നത് പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. ആര് പറഞ്ഞ മറുപടി? മക്കയിലെ മുശ്രിക്കുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നോക്കി പറഞ്ഞ മറുപടി നമ്മളും പറഞ്ഞു. സഹോദരങ്ങളെ, നമ്മൾ തിരിയണം, തിരിഞ്ഞു നോക്കണം. നമ്മുടെ പിന്നാമ്പുറത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, നമ്മൾ അറിയേണ്ടത്, ഒരിക്കലും അള്ളാഹുവിൻ്റെ ദീനിനെ പിൻപറ്റിയാൽ, അള്ളാഹുവിൻ്റെ ദീനിനെ ഫോളോ ചെയ്താൽ ഒരിക്കലും ഒരു തരത്തിലുള്ള പ്രതിസന്ധികളും വരികയില്ല. അതാണ് ദീൻ. ഫമനിത്തബഅ ഹുദായ, അള്ളാഹിന്റെ വാക്കാ, വിശ്വസിക്കണം നമ്മൾ. ഫമനിത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യശ്ഖാ, എന്റെ ഹുദയെ, എന്റെ മാർഗത്തെ, എന്റെ നേർമാർഗത്തെ, ഞാൻ കൊണ്ടുവന്ന ഈ ഗൈഡ് ലൈനിനെ നിങ്ങൾ ഫോളോ ചെയ്താൽ, അതിനെ പിൻപറ്റിയാൽ, ഫലാ യദിൽ, നിങ്ങൾക്ക് വഴിപിഴച്ചു പോവുകയില്ല, വലാ യശ്ഖാ, ഒരു തരത്തിലുള്ള നിർഭാഗ്യവും നിങ്ങളെ പിടികൂടുകയില്ല.
എന്നാൽ വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക. വമൻ അഅറദ അൻ ദിക്രി, എന്നാൽ ഈ ഉത്ബോധനത്തെ നിങ്ങൾ അവഗണിച്ചു കളഞ്ഞാൽ, ഈ സത്യത്തെ നിങ്ങൾ അവഗണിച്ചു കളഞ്ഞാൽ ഫഇന്ന ലഹു മഈശതൻ ദൻക, അവന് ദുസ്സഹമായ ജീവിതം അനുഭവിക്കേണ്ടി വരും. ഒരു സംശയമില്ല. നമ്മുടെ പ്രശ്നം അതാണ്, അടിസ്ഥാനപരമായ പ്രശ്നം അതാണ്. നമ്മൾ മനസ്സിലാക്കണം സഹോദരൻ. വിശുദ്ധ ഇസ്ലാം ഈ സുരക്ഷിതത്വം, ഈ നിർഭയത്വം ഉണ്ടാകാൻ വേണ്ടി 6 കാര്യങ്ങൾ പഠിപ്പിച്ചു. പലപ്പോഴും ദീൻ എന്ന് പറഞ്ഞാൽ ഒരു കുടുസായി, പ്രയാസമായി, പ്രശ്നമായി നമുക്കൊക്കെ അനുഭവപ്പെടാറുണ്ട്. നമ്മൾ പറയാറുണ്ട്, നമ്മൾ അള്ളാഹിനെ മറന്നു പറഞ്ഞു പോടാ. നമ്മളെ സൃഷ്ടിച്ച റബ്ബിനെ, നമുക്ക് ഉപജീവനം നൽകിക്കൊണ്ടിരിക്കുന്ന റബ്ബിനെ, ജീവിക്കാൻ എല്ലാ സൗകര്യങ്ങളും തന്നുകൊണ്ടിരിക്കുന്ന ഈ റബ്ബിനെ മറന്ന് നമ്മൾ പറയും. അള്ളാഹു 6 അമ്നുകൾ നൽകി. ഒന്നാമത്തേത് അമ്നുൻ നഫ്സ, ജീവസുരക്ഷിതത്വം. അള്ളാഹുവിൻ്റെ നിയമം വളരെ കൃത്യമാണ്. അള്ളാഹു പറഞ്ഞു, മിൻ അജ്ലി ദാലിക കതബ്നാ അലാ ബനി ഇസ്രായീൽ അന്നഹു, എന്താണ് ജീവസുരക്ഷിതത്വത്തിന് അള്ളാഹു പറഞ്ഞ നിയമം? മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. ഒരു ജീവൻ ഹനിച്ചുകൂടാ. ഒരു വിശ്വാസി ഒരു ജീവൻ ഹനിച്ചാൽ, അന്യായമായി ജീവൻ ഹനിച്ചാൽ, കഅന്നമാ ഖതല അന്നാസ ജമീഅ, ജനങ്ങളെ മുഴുക്കെ വധിച്ചവനെ പോലെയാണ്. ആരും നിയമം കയ്യിലെടുക്കരുത്, ആർക്കും പാടില്ല. ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിയമം. നിയമം കയ്യിലെടുക്കാൻ ഭരണാധികാരികളുണ്ട്. അത് ഏത് ഭരണഘടന അനുസരിച്ചുള്ളതായാലും ശരി, അവരാണ് നിയമം കയ്യിലെടുക്കേണ്ടത്. അല്ലാത്തവർ നിയമം കയ്യിലെടുത്താൽ സുരക്ഷിതത്വം നഷ്ടപ്പെടും, നിർഭയത്വം നഷ്ടപ്പെടും. അതാ കാര്യം, അതാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു നിലക്കും ഇതിനെ വ്യാഖ്യാനിക്കണ്ട. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തേത് ബുദ്ധിപരമായ സുരക്ഷിതത്വമാണ്, അമ്നുൽ അഖൽ. ഇസ്ലാം ബുദ്ധിക്ക് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നു. അതുകൊണ്ട് ബുദ്ധിയെ ക്ഷയിപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും ഇസ്ലാം തടഞ്ഞു. നമ്മൾ ശ്രദ്ധിച്ചില്ല. അതിലൊന്നാമത്തേതായിരുന്നു മദ്യമടക്കമുള്ള വസ്തുക്കൾ. ഈ സാധനങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? മനുഷ്യന്റെ ബുദ്ധിയെ തടയുന്നു, അല്ലേ? സത്യമല്ലേ? അല്ലേ? മസ്ത് ബാധിച്ചാൽ, അത് കള്ളു കുടിച്ചിട്ടായാലും മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചായാലും ശരി, അതുകൊണ്ട് തന്നെ ആ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് മാത്രമല്ല, അത് കുടിക്കുന്നത് മാത്രമല്ല, അത് വിൽക്കുന്നതും അത് വാങ്ങുന്നതും അത് സപ്ലൈ ചെയ്യുന്നതും അതിന്റെ പണം കൊണ്ട് ജീവിക്കുന്നതും ഒക്കെ നിഷിദ്ധമാണെന്ന് പറഞ്ഞു. എന്തിനാ? ബുദ്ധിപരമായ നിർഭയത്വം, സുരക്ഷിതത്വം സമൂഹത്തിൽ ഉണ്ടാകണം. അത് അതിശക്തമായ രീതിയിലാണ് പറയുന്നത്. അതുമാത്രമല്ല, ബുദ്ധിയുടെ സുരക്ഷിതത്വത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ ശക്തമായി പറഞ്ഞു. നിങ്ങൾ വിശ്വാസികളാണ്. വിശ്വാസി സമൂഹമേ, നിങ്ങളുടെ വിശ്വാസത്തെ നശിപ്പിക്കാൻ ഒരുപാട് ആളുകൾ കടന്നു വരും. അവരൊക്കെ കടന്നു വരുമ്പോൾ നിങ്ങൾക്കൊരു സ്റ്റാൻഡ് ഉണ്ടാകണം. അതെന്താ? വഖദ് നസ്സല അലൈക്കും ഫിൽ കിതാബ് അൻ ഇദാ സമിഅ്തും ആയാത്തില്ലാഹി യുക്ഫറു ബിഹാ വയസ്തഹ്സഉ ബിഹാ ഫലാ തഖഉദു മഅഹും. അത് അടിസ്ഥാനമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളോട് പറയാനുള്ള നിയമം ഇതാണ്. അള്ളാഹുവിന്റെ ആയത്തുകളെ, അള്ളാഹുവിന്റെ വചനങ്ങളെ, അള്ളാഹുവിന്റെ അടയാളങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ഒരു വിഭാഗം ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. കേട്ടാൽ ഫലാ തഖഉദു മഅഹും, നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല. എവിടെയാണ് നമ്മളൊക്കെ പോയിരിക്കുന്നത്? ആരുടെ സംസാരമാണ്? ആരെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഫലാ തഖഉദു മഅഹും, നിങ്ങൾ അവരുടെ കൂടെ ഇരുന്നു കൂടാ. ഹത്താ യഖൂദു ഫീ ഹദീസിൻ ഗൈരി, അവർ മറ്റൊരു സംസാരത്തിലേക്ക് പോകുന്നത് വരെ. എന്തുകൊണ്ടാണെന്നറിയോ? മുസ്ലിങ്ങളൊക്കെ നിരീശ്വരവാദികളാവുന്ന പേടിച്ചിട്ടല്ല. അങ്ങനെ ഒരു പേടി ഇസ്ലാമിനില്ല. അങ്ങനെ പേടില്ല. അതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ബുദ്ധി, മനുഷ്യരെ നിങ്ങളുടെ ബുദ്ധി ഞാൻ പഠിച്ചതാ. അള്ളാഹ്ക്കറിയാലോ, ഞാൻ തന്നതാ. ആ ബുദ്ധിയെ ക്ഷയിപ്പിക്കുന്ന, നശിപ്പിക്കുന്ന കാര്യങ്ങളിൽ വിശ്വാസികളെ നിങ്ങൾ ഇടപെടരുത്.
ഏറ്റവും മാരകമായതാണിത്. നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു ഈ കാര്യം പറഞ്ഞു. പിശാചുക്കളുണ്ട് നിങ്ങളുടെ ചുറ്റുഭാഗവും. പിശാചുക്കൾ അവരുടെ ആളുകൾക്ക് ബോധനം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാ? നിങ്ങളോട് തർക്കിക്കാൻ. നിങ്ങൾ കണ്ടില്ലേ തർക്കത്തിന്റെ രീതി എത്ര ശക്തമാണെന്ന്? തർക്കിക്കാൻ അല്ലേ? മുസ്ലിം കുട്ടികൾ, പ്രത്യേകിച്ച് യുവാക്കളും യുവതികളും ഒക്കെ തർക്കമാണിപ്പോ. ഇസ്ലാമിന്റെ ഇതിൽ തർക്കം. എന്തിനാ വിവാഹം കഴിക്കുന്നത്? എന്തിനാ ഇസ്ലാമിക ഡ്രസ് കോഡ്? എന്തിനാ? എന്തുകൊണ്ട് ഇസ്ലാമിന്റെ രീതിയിലുള്ള സ്വഭാവ രൂപമൊക്കെ എന്തിന്? ചോദ്യ. ഇതാണ് വിഷയം. നമ്മൾ മനസ്സിലാക്കണം, ബുദ്ധിയെ നശിപ്പിക്കുന്നു ഇവർ. അതുകൊണ്ട് ബുദ്ധിയുടെ നിർഭയത്വം, അതാണ് രണ്ടാമത്തെ നിർഭയത്വം, സുരക്ഷിതത്വം. മൂന്നാമത്തേത് വിശ്വാസപരമായ സുരക്ഷിതത്വമാണ്. അതാണ് ഏറ്റവും പ്രധാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നബിമാരെ അയച്ചു. എന്തിനാ? വമാ അർസൽനാ മിൻ ഖബലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂനി. അത് മാത്രം, എനിക്ക് മാത്രം, ഞാനല്ലാതെ നിങ്ങൾക്ക് ഇലാഹില്ല, എന്നെ മാത്രമേ നിങ്ങൾ ആരാധിച്ചുകൂടൂ. അതടിസ്ഥാനമാണ്. അതടിസ്ഥാനമാണ്. എല്ലാവരും പറയും, എല്ലാ പ്രവാചകന്മാരും അതാ പഠിപ്പിച്ചത്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞത് അതാണ്. അതിനുവേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സൃഷ്ടിപ്പിന്റെ രഹസ്യം അല്ലാഹു വെളിപ്പെടുത്തി. നമ്മളോട് പറയാൻ പറഞ്ഞു, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ പറയുന്നില്ലേ, നിസ്കാരം തുടങ്ങുമ്പോൾ പറയുമല്ലോ, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ, എൻ്റെ എല്ലാം, എൻ്റെ ആരാധനാകർമ്മങ്ങൾ, എൻ്റെ എല്ലാം, എൻ്റെ ജീവിതവും ഒക്കെ റബ്ബേ നിനക്കാണ്. കേവല വർത്തമാനം പോരാ, കേവല വർത്തമാനം പോരാ സഹോദരൻ. ലാ ശരീക ലഹു വബിദാലിക ഉമിർത്. ഇല്ല, അവന് പങ്കുകാരനില്ല. അള്ളാഹുവിന് പങ്കു ചേർക്കുമ്പോൾ വിശ്വാസത്തിന്റെ സുരക്ഷിതത്വം, നിർഭയത്വം നഷ്ടപ്പെടും. ഉലൈക ലഹുമുൽ അംൻ എന്ന് പറഞ്ഞത് ആർക്കാ? നിർഭയത്വം കിട്ടുമെന്ന് പറഞ്ഞത് ആർക്കാ? അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമി. അവർക്ക് വല്ലാത്ത അക്രമമാണ് ഈ രംഗത്ത് വന്നത്, വല്ലാത്ത അനീതിയാണ് ഈ രംഗത്ത് വന്നത്. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു ഒരു വാക്ക് പറയുന്നുണ്ട്, സനുൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു റുഅബ ബിമാ അശ്റകൂ ബില്ലാഹ്. എന്തൊരു കടുപ്പുള്ളതാണ്. സനുൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു. അള്ളാഹുവിനോട് നന്ദി കേട് കാണിച്ചവരുടെ ഹൃദയത്തിൽ, അവരുടെ മനസ്സുകളിൽ നാം ഇട്ടുകൊടുക്കും പേടി. പേടി വരും. എന്താ കാരണം അറിയോ? ബിമാ അശ്റകൂ, അവർ ശിർക്ക് ചെയ്ത കാരണം അല്ലേ? സകല സാധനത്തിനും പേടിയാ. നൂലിനെ പേടി, വെള്ളത്തെ പേടി, എല്ലാ സാധനത്തെയും പേടി. പേടിക്കേണ്ട അള്ളാഹുവിനെ പേടിക്കുന്നില്ല, ബാക്കിയുള്ളതിനൊക്കെ പേടി. എല്ലാ കോത്താമ്പികളെയും പേടിയാ. നിങ്ങൾ ആലോചിച്ചു, അവള് പറഞ്ഞതാ, സനുൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു റുഅബ. അല്ലദീന കഫറു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വർഗത്തിന്റെ പേരല്ല. ഞാനും നിങ്ങളൊക്കെ അതായി പോവും, അള്ളാഹു കാക്കട്ടെ. ബിമാ അശ്റകൂ, അതാണ് പ്രശ്നം. നമ്മൾ പറയേണ്ടത് അതല്ല, നമ്മൾ അള്ളാഹുവിൻ്റെ കൂടെയാവേണ്ടവർ. നിങ്ങൾ ആലോചിക്കൂ, വിശ്വാസ രംഗത്ത് അത്തരത്തിലുള്ളൊരു സുരക്ഷിതത്വം, ഒരു നിർഭയത്വം നമുക്ക് ഇസ്ലാം വാഗ്ദാനം നൽകുന്നു. പക്ഷേ നമ്മൾ അതിൻ്റെ കൂടെയില്ല. നാലാമത്തേത് സാമ്പത്തിക സുരക്ഷിതത്വമാണ്. വളരെ കൃത്യമായി ഇസ്ലാം വളരെ കൃത്യമായി പറഞ്ഞു, സമ്പത്ത് എന്നത് മനോഹരമായ ഒരു സംഭവമാണ്. വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ. നിങ്ങൾ സമ്പത്തിനെ കഠിനമായി സ്നേഹിക്കണം. സമ്പത്ത് സ്നേഹിക്കാനുള്ളത് തന്നെയാണ്. ആ ഒരു മനോഭാവം തന്നെയാണ് അതിനോടുണ്ടാകേണ്ടത്. പക്ഷേ നിങ്ങൾ ഹറാമ് ഭക്ഷിക്കാൻ പാടില്ല. ഹറാമായ രീതിയിലുള്ള സമ്പാദ്യങ്ങൾ നിങ്ങൾക്ക് പാടില്ല. മോശമായ രീതിയിലുള്ള സമ്പാദ്യങ്ങൾ പാടില്ല. വളരെ കൃത്യമായി പറഞ്ഞു, ഖുൽ ലാ യസ്തവിൽ ഖബീസ് വത്തയ്യിബ് വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്. അടിസ്ഥാനം അതാണ്. പറഞ്ഞു കൊടുക്കണം നബിയെ, ചീത്തയും നല്ലതും ചീത്തയും തുല്യമല്ല. ഈ ചീത്തയുടെ ആധിക്യം നിങ്ങളെ എത്ര കൗതുകപ്പെടുത്തിയാലും ശരി. അതാണ് മോശമായ രീതിയിലേക്ക് ആളുകൾ പോയത്. യാ അയ്യുഹല്ലദീന ആമനു ലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ. അന്യായമായ രീതിയിൽ
നിങ്ങൾ പരസ്പരം സമ്പത്തിനെ കൈകാര്യം ചെയ്യരുത്. ഇല്ല അൻ തകൂന തിജാറത്തൻ, ന്യായമായത് പറഞ്ഞു, നിങ്ങൾക്ക് ബിസിനസ് നടത്താം. ബിസിനസ്സിന് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, അൻ തറാദിൻ മിൻകും, വാങ്ങുന്നവനും കൊടുക്കുന്നവനും തമ്മിൽ സംതൃപ്തി വേണം. സംതൃപ്തി വേണം. അത് ഈ സംതൃപ്തി എന്നത് യഥാർത്ഥത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വത്തിൻ്റെ അടിസ്ഥാനമാണ്. സക്കാത്ത് അത് സാമ്പത്തിക സുരക്ഷിതത്വത്തിൻ്റെ ഭാഗമായി വന്നതാ. ഇവർ പാവപ്പെട്ടവന് നിർഭയത്വത്തോടു കൂടി ജീവിക്കാം. എന്റെ സമ്പത്തിൽ നിന്ന് 2.5% സക്കാത്ത് കമ്മിറ്റി പിരിച്ചെടുക്കുമ്പോൾ എനിക്ക് ഹാപ്പിയായി, സന്തോഷമായി. എന്താ, എൻ്റെ ബാക്കിയുള്ള സ്വത്തൊക്കെ ശുദ്ധിയായി, വൃത്തിയായി. പാവപ്പെട്ടവനോ ഭയങ്കര സൗകര്യമായി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെയാണ് പോകുന്നു. സാമ്പത്തിക സുരക്ഷത്തിൻ്റെ ഭാഗമായി അള്ളാഹ് പറഞ്ഞു, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, അമാനത്തുകൾ തിരിച്ചു കൊടുക്കണം പറഞ്ഞു. സാമ്പത്തിക സുരക്ഷിതത്തിൻ്റെ ഭാഗമായി വായ്പാ നയം കൊണ്ടുവന്നു. ബാങ്കിനല്ല കൊണ്ടുവന്നത്, പലിശ നയമല്ല കൊണ്ടുവന്നത്. പലിശയെ മോശമാക്കി, അത് നിങ്ങളെ നശിപ്പിക്കും. സദഖ നിങ്ങൾക്ക് വർധനമുണ്ടാക്കും. സദഖയെ കൊണ്ടുവന്നു. എന്നിട്ട് വായ്പാ നയത്തിന് കൃത്യമായ മാനദണ്ഡങ്ങൾ വെച്ചു. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് വായ്പാ നയവുമായി ബന്ധപ്പെട്ടതാണ്, വായ്പയുമായി ബന്ധപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മത്ലുൽ ഗനിയ്യി ദുൽമുൻ, വായ്പ വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാതെ, കഴിവുണ്ടായിട്ടും തിരിച്ചു കൊടുക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്നത് ദുൽമാണ്, അക്രമമാണ്. അത്ര മനോഹരമാണ്. നിങ്ങൾ സാമ്പത്തിക സുരക്ഷിതം. അഞ്ചാമതായി സാമൂഹ്യ സുരക്ഷിതത്വം കൊണ്ടുവന്നു ഇസ്ലാം. സാമൂഹ്യ സുരക്ഷിതത്വം പല രീതിയിലായിരുന്നു. സാമൂഹ്യ സുരക്ഷിതത്തിൻ്റെ വളരെ പ്രധാനമാണ് രാഷ്ട്രീയ സാമൂഹ്യാവസ്ഥ എന്ന് പറയുന്നത്. മുസ്ലിം ഭരണാധികാരിയെ ധിക്കരിക്കാൻ ഒരിക്കലും പാടില്ലെന്ന് പറഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ വഉലിൽ അംരി മിൻകും. ഉലുൽ അംർ എന്ന് പറഞ്ഞാൽ അവരാണ്. ധിക്കരിച്ചുകൂടാ. അള്ളാഹുവിനെ അനുസരിക്കുന്നത് പോലെ, റസൂലിനെ അനുസരിക്കുന്നത് പോലെ മുസ്ലിമായ ഇസ്ലാമിക രാജ്യത്ത്, ഇസ്ലാമിക രാഷ്ട്രത്തിലെ ശരീഅത്തനുസരിച്ച് ഭരണം നടത്തുന്ന ഭരണാധികാരിയെ അനുസരിക്കേണ്ട ബാധ്യത സാമൂഹ്യ സുരക്ഷിതത്വത്തിൻ്റെ ഭാഗമാണ്. രാഷ്ട്രീയ സുരക്ഷിതത്വം ഉണ്ടാകണമെങ്കിൽ അത് വേണം. നന്മ കൽപ്പിക്കാനും തിന്മ വെടിയാനും വർജിക്കാനും വേണ്ടി സമൂഹം ഇടപെടണമെന്ന് അള്ളാഹു പറഞ്ഞു. നമുക്കറിയാം, ഒരുപാട് സ്ഥലങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഏഷണി പാടില്ല, പരദൂഷണം പാടില്ല, പരിഹാസം പാടില്ല. ഇതൊന്നും ചെറിയ കാര്യമല്ല, നിസ്സാരമായ കാര്യമല്ല. സാമൂഹ്യ സുരക്ഷിതത്തിൻ്റെ ഭാഗമായിരുന്നു. നിങ്ങളുടെ അയൽവാസി നിങ്ങളിൽ നിന്ന് നിർഭയനായിരിക്കണമെന്ന് പഠിപ്പിച്ചു. അല്ലാത്തവൻ വിശ്വാസിയാവൂല എന്ന് പറഞ്ഞു. സാമൂഹ്യ സുരക്ഷിതത്തിൻ്റെ ഭാഗമായിരുന്നു. സാമൂഹ്യ സുരക്ഷിതത്തിൻ്റെ ഭാഗമായി രോഗത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും അവബോധം നൽകി. രോഗം എന്നത് അല്ലാഹു സൃഷ്ടിച്ചതാണ്, അത് പരീക്ഷണത്തിന്റെ ഭാഗമാണ്. പക്ഷേ ശിഫയില്ലാത്ത ഒരു രോഗവും അല്ലാഹു ഉണ്ടാക്കിയിട്ടില്ല എന്ന് അർത്ഥസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ഇന്ന രോഗം വന്നാൽ ആരും പേടിച്ചുകൊണ്ട, അള്ളാഹിന്റെ വാക്ക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക, വഹയിന്റെ അടിസ്ഥാനത്തിൽ. ശിഫയില്ലാത്ത ഒരു രോഗവുമില്ല. ഈ രീതിയിൽ സഹോദരന്മാരെ എല്ലാ നിലക്കും നോക്കൂ. ചീത്ത സംഗതികൾ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു. എന്തിനാ? സമൂഹത്തിൻ്റെ ആരോഗ്യം വളരെ പ്രധാനമാണ്. ഇങ്ങനെ സാമൂഹ്യ സുരക്ഷിതത്വം വളരെ പ്രധാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വരച്ചു. ഏറ്റവും അവസാനമായി മരിച്ചുപോകും മനുഷ്യൻ. മരിച്ചുപോയാൽ പിന്നെ ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിലെ സുരക്ഷിതത്വത്തെക്കുറിച്ച് പറഞ്ഞു. അവിടെ രക്ഷപ്പെടാനുള്ള മാർഗം പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ഈ രീതിയിൽ സുരക്ഷിതത്വ ബോധമാണ് ഈ ദീൻ നമുക്ക് നൽകുന്നത്. എന്നിട്ട് ഈ ദീനിനെ നമ്മൾ അവഗണിച്ചാൽ തീർച്ച ഇതിനേക്കാൾ വലിയ ഭയപ്പാടുകളെ കൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത് പരീക്ഷണമാണെന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവുണ്ടാകണം. ആ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി മാറ്റം വരുത്താനുള്ള അവസ്ഥയാണ് ഉണ്ടാകേണ്ടത്. അല്ലാതെ നാളെ ഒരു കൊടി കെട്ടി പ്രകടനം നടത്തിയാൽ സമാധാനം വരുന്ന ഒരു മനുഷ്യനും പൂതിയും വെച്ച് നടക്കണ്ട കേട്ടോ. ആ പൂതിയും വെച്ച് നടക്കണ്ട. നൽകേണ്ടത് റബ്ബാണ്. ആർക്ക് നൽകി സമാധാനം? മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ പ്രിയപ്പെട്ട അനുയായി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും. ഓർമ്മയില്ലേ നിങ്ങൾക്ക് സൗർ ഗുഹയിൽ? അവിടെ എന്താ സംഭവിച്ചത്? അവിടെ പേടിച്ചരണ്ടുപോയി അബൂബക്കർ സിദ്ദീഖ്. പേടിച്ച് വിറക്കുന്നത് നബി കാണുകയാണ്. നബി സമാധാനിപ്പിച്ചു. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ.
പറയാൻ പറ്റുമോ നമുക്കത്? നമുക്ക് പേടിപ്പിക്കാൻ ആളുണ്ട്, പക്ഷെ ഇത് പറയാൻ ഒരാൾ വേണ്ടേ? ഒരാൾ വേണ്ടേ? എല്ലാ മാധ്യമങ്ങളും നമ്മളെ പേടിപ്പിക്കുകയാണ്, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും നമ്മളെ പേടിപ്പിക്കുകയാണ്. നമുക്കൊരാൾ വേണം. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അപ്പൊ എന്ത് വരും? ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി. സമാധാനം എവിടുന്ന് കിട്ടും? നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? നമ്മൾ പറയാണ് ഭൂരിപക്ഷം അവരാണ്, നമ്മൾ ന്യൂനപക്ഷമാണ്, ഒരു രക്ഷയില്ല. ആര് പഠിപ്പിച്ച പാടാ? ഫഅൻസലല്ലാഹു സകീനതഹു. അള്ളാഹു നൽകും സമാധാനം, അത് ഇറക്കി തരും. പക്ഷെ ആ ബോധത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾക്ക് ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാവിധ ഭയപ്പാടുകളിൽ നിന്നും അള്ളാഹു നമ്മയൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. സഹോദരങ്ങളെ, അള്ളാഹുമായുള്ള കണക്ഷൻ ശക്തമാക്കണം. അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദത്തമുണ്ട്. സൂറത്ത് നൂറിലെ 55-ാമത്തെ വചനം. എല്ലാവരും വീട്ടിൽ പോയിട്ട് ഒന്ന് മുസാഹിഫ് എടുത്ത് മറിച്ച് നോക്കണം. സൂറത്ത് നൂറിലെ 55-ാമത്തെ വചനം. ആ വചനത്തിൽ അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദത്തം, വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ്സാലിഹാത്ത്. അള്ളാഹു വാഗ്ദത്തം നൽകുകയാണ് നമുക്ക്. നമ്മളാണല്ലോ മുഅ്മിനുകൾ, നമ്മുടെ വിശ്വാസം അനുസരിച്ച്. എന്താ വാഗ്ദത്തം? ഒരുപാട് വാഗ്ദത്തമുണ്ട്. അത് നമ്മൾ വിഷയവുമായി ബന്ധപ്പെട്ട വാഗ്ദത്തം. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന. വലയുബദ്ദിലന്നഹും, അവൻ അഥവാ അള്ളാഹു അവർക്ക് പകരം നൽകും. മിൻ ബഅദി ഖൗഫിഹിം, അവർക്ക് ഭയം വന്ന ശേഷം അംന, നിർഭയത്വം നൽകും. ഒരു കണ്ടീഷനുള്ളൂ, ഒറ്റ കണ്ടീഷൻ. അതിലേക്ക് നമ്മൾ വരുമോ? ഒറ്റ കണ്ടീഷൻ. നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട, ഒരുപാട് പാർട്ടി ഉണ്ടാക്കി, ഒരുപാട് അത് ചെയ്ത് ഒന്നും ചെയ്തേണ്ട. ഒറ്റ കണ്ടീഷൻ, യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ. യഅ്ബുദൂനനി, എനിക്ക് ഇബാദത്ത് ചെയ്യും. കാരണം ഞാനാ നിങ്ങൾക്ക് സമാധാനം തരുന്നുണ്ട്, ഞാനാ നിങ്ങൾക്ക് നിർഭയത്വം തരുന്നുണ്ട്. ലാ യുശ്രികൂന ബി ശൈആ, എന്നിൽ പങ്കു ചേർക്കരുത് നിങ്ങൾ. അതാണ്. അതുകൊണ്ടാണ് അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ പറയുന്നു, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് എൻ്റെ റസൂൽ പറഞ്ഞു, അലാ ഉഅല്ലിമുക കലിമാത്തിൻ തഖൂലീനഹുന്ന ഇൻദൽ കർബ് ഔ ഫിൽ കർബ്. നിനക്ക് പ്രതിസന്ധി വരുമ്പോൾ പറയാൻ പറ്റിയൊരു വാചകം ഞാൻ പഠിപ്പിച്ചു തരട്ടെ. എന്താ വാചകം എന്ന് പറയാൻ? ഒറ്റ വാചക, അല്ലാഹ് അല്ലാഹ് അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈആ. അല്ലാഹ് അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈആ. നമ്മൾ പറയോ? നമ്മൾ മുദ്രാവാക്യം വിളിക്കൂല്ലേ? അല്ലാന്ന് വിളിക്കുക, നീട്ടി വിളിക്കുക. അല്ലാഹ് അല്ലാഹ് അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈആ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. ഞങ്ങൾക്ക് അല്ലാഹു മതി, ഞങ്ങളുടെ വക്കീലായി അല്ലാഹ് തന്നെ മതി എന്ന് ആര് പറഞ്ഞെന്നോ? ഖാലഹ ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാർ. തീ കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ വാക്ക് അതാണ്. വഖാലഹ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിയും അതേ വാചകം പറഞ്ഞു. എപ്പെന്നറിയോ? മുഹമ്മദ് നബിയെയും സഹാബത്തിനെയും ആളുകൾ പേടിപ്പിച്ചു. എന്താ പറഞ്ഞത്? ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും. ഇതാ മുഴുവൻ സമൂഹവും നിങ്ങൾക്കെതിരെ ഒന്നിച്ചിരിക്കുന്നു, അതുകൊണ്ട് പേടിച്ചോ എന്ന് പറഞ്ഞപ്പോ പേടിച്ചോ? പേടിച്ചില്ല. ഫസാദഹും ഈമാന, അവർക്ക് പേടിയില്ലായ്മ വർദ്ധിച്ചു, ഉറപ്പായി. വഖാലു, എന്നിട്ട് അവർ പറഞ്ഞു, ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. ഞങ്ങൾക്ക് അല്ലാഹ് മാത്രം മദീന പറഞ്ഞ്, അല്ലാഹ് മാത്രം മദീന. അത് പറയുന്നിടത്തേക്ക് എത്തണം, അത് പറയുന്നിടത്തേക്ക് നമ്മൾ എത്തണം സഹോദരന്മാരെ. അതാണ്. നോക്കൂ സഹോദരന്മാരെ, നമ്മളെല്ലാവരും ഓർക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ ലാ യഖ്ഫാ അലൈഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ. ഭൂമിയിലോ ആകാശത്തോ നടക്കുന്ന ഒന്നും അള്ളാഹുവിന് ഗോപ്യമല്ല, ഒക്കെ അല്ലാഹ് അറിയുന്നുണ്ട്. ഏത് പ്രതിസന്ധി ആയാലും നമ്മെ സഹായിക്കാൻ ആരുണ്ട്?
അലം തഅലം അന്നല്ലാഹ ലഹു മുൽകുസ് സമാവാതി വൽ അർദ്. അറിയില്ലേ നിങ്ങൾക്ക് ഭൂമിയുടെയും ആകാശങ്ങളുടെയും ഒക്കെ മുൽക്ക് ആരാ? ഇവന്മാരൊന്നും അല്ലടോ, അത് അല്ലാഹുവാണ്. വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. അല്ലാഹു അല്ലാതെ നിങ്ങൾക്ക് വലിയില്ല, നിങ്ങൾക്ക് നസീറില്ല. നിങ്ങളെ സംരക്ഷിക്കാൻ അല്ലാഹു അല്ലാതെ ആരുമില്ല, നിങ്ങളെ സഹായിക്കാൻ അല്ലാഹു അല്ലാതെ ആരുമില്ല. അതുകൊണ്ട് പേടിച്ചു പോകരുത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇദാ കാന അലാ അഹദികും ഇമാമുൻ യഖാഫു തഅത്തുറസഹു വളുൽമഹു ഫല്യഖുൽ. നിങ്ങളുടെ നാട്ടിലൊരു നേതാവുണ്ട് നോക്കുക, ആ നേതാവിന്റെ ധാർഷ്ട്യം നിങ്ങളെ ഭയപ്പെടുത്തുന്നുവെങ്കിൽ, ആ നേതാവിന്റെ അക്രമം നിങ്ങളെ ഭയപ്പെടുത്തുന്നുവെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. വിശ്വാസം പഠിപ്പിച്ചു തരാം. നമ്മൾ സാധനന്മാരെ സുന്നത്ത് നടപ്പാക്കാൻ അള്ളാഹു നൽകുന്ന അവസരം. പ്രാർത്ഥിച്ചോളി. അല്ലാഹുമ്മ റബ്ബസ് സമാവാതി സബഅ വറബ്ബൽ അർശിൽ അളീം. അല്ലാഹുമ്മ റബ്ബസ് സമാവാതി സബഅ, 7 ആകാശങ്ങളുടെ റബ്ബായ അല്ലാഹുവേ, വറബ്ബൽ അർശിൽ അളീം, മഹത്തായ സിംഹാസനത്തിൻ്റെ ഉടമയായ റബ്ബേ, കുല്ലി ജാറൻ, നീ എനിക്ക് അഭയം നൽകണം, നീ എനിക്ക് അഭയമാകണം. മിൻ ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്ന ആളുടെ മകനായ ഇന്ന ആളിൽ നിന്ന്. ആളെ പേരവിടെ പറഞ്ഞു. കുല്ലി ജാറൻ മിൻ ഫുലാൻ ഇബ്നു ഫുലാൻ വഅഹ്സാബിഹി മിൻ ഖലായിഖിക്, നിന്റെ സൃഷ്ടികളിൽപ്പെട്ട അവന്റെ പാർട്ടിക്കാരിൽ നിന്നും, അഹ്സാബ് അവന്റെ പാർട്ടിക്കാരിൽ നിന്നും എനിക്ക് നീ അഭയം നൽകണം. അൻ യഫ്റുത അലയ്യ അഹദും മിൻഹും, ഞങ്ങളുടെ മേൽ അവർ അമിതമായ ഭാരം ചുമത്തുന്നതിൽ നിന്നും, അൻ യഫ്റുത അലയ്യ അഹദും ഔ യത്ഗാ, അല്ലെങ്കിൽ അതിരിവിട്ട് ഞങ്ങളോട് പ്രവർത്തിക്കുന്നതിൽ നിന്നും റബ്ബേ നീ എനിക്ക് അഭയമാകണം. വിശ്വാസം പഠിപ്പിച്ചതാ. അസ്സജാറുക്, നിന്റെ അഭയം ഉന്നതമാണ്. അത് മതി എനിക്ക് എന്നർത്ഥം, നിന്റെ അഭയം മതി എനിക്ക്. വജല്ല സനാഉക്, നിന്റെ സ്തുതിയാണ് ഏറ്റവും മഹത്തമായത്. ലാ ഇലാഹ ഇല്ലാ അൻത്, നീയല്ലാതെ ഇലാഹില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാഫ ഖൗമൻ, നബി തിരുമേനി ഒരു ജനതയെക്കുറിച്ച് വല്ല പേടിയും നബിക്ക് വന്നാൽ നബി ഇങ്ങനെ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഇന്നാ നജഅലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം. അല്ലാഹുമ്മ ഇന്നാ നജഅലുക ഫീ നുഹൂരിഹിം, അല്ലാഹുവേ ഇതാ ഇവരെ, ഈ സമൂഹത്തെ, ഈ ആളെ ഞാനിതാ നിന്റെ നെഞ്ചിലേക്കാക്കുന്നു. നീ എന്നെ തടുക്കണം റബ്ബേ ഇവരിൽ നിന്ന് നർത്തം. വനഊദു ബിക മിൻ ശുറൂരിഹിം, അവരുടെ ശർറിൽ നിന്ന് റബ്ബേ ഞങ്ങൾ നിന്നോട് കാവലിന് തേടും. ഇങ്ങനെ ആയിരിക്കണം ഒരു വിശ്വാസി. നല്ല കണക്ഷൻ റബ്ബുമായി ഉണ്ടാകാൻ അള്ളാഹു തന്നൊരവസരമെന്ന് കരുതിക്കോ. എന്നിട്ട് അള്ളാഹുമായി അടുക്കുക. അപ്പോൾ ഇൻഷാ അള്ളാഹ് സമാധാനം കിട്ടും, സന്തോഷം കിട്ടും. സൂറത്ത് നൂറിലെ 55-ാമത്തെ വചനം എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി, കൃത്യമായിട്ട് സമാധാനം കിട്ടും, ഒരു സംശയമില്ല. ഇൻഷാ അള്ളാഹ് അള്ളാഹു സൗഭാഗ്യം സമാധാനം നമുക്കൊക്കെ നൽകുമാറാകട്ടെ. എല്ലാവിധ വിപത്തുകളിൽ നിന്നും അള്ളാഹുവിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ആരാധനാലയങ്ങളെ, അള്ളാഹുവിൻ്റെ ആരാധനാലയങ്ങളാണ്, നമ്മുടേതല്ല. അള്ളാഹുവിൻ്റെ ആരാധനാലയങ്ങൾ അള്ളാഹുവെ നീ കാണുന്നു, അവയെ സംരക്ഷിക്കേണ്ട ബാധ്യത നിനക്കാണ് റബ്ബേ. ഞങ്ങളുടെ വീഴ്ചകളിൽ ഞങ്ങൾ നിന്നോട് കാവലിനെ തേടുന്നു. റഹ്മുറഹിമീനായ റബ്ബേ, ആരാധനാലയങ്ങളെ നീ സംരക്ഷിക്കണമേ. റഹ്മുറഹിമീനായ റബ്ബേ, നിനക്ക് സുജൂദ് ചെയ്ത ഒരിടവും നഷ്ടപ്പെടുന്നത് ഞങ്ങൾക്കിഷ്ടമല്ല, ഞങ്ങൾക്ക് തൃപ്തിയില്ല. റഹ്മുറഹിമീനായ റബ്ബേ, ഞങ്ങളുടെ അതൃപ്തി ഉണ്ടായിട്ടും ഞങ്ങളെ പ്രയാസപ്പെടുത്തുവരുന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ. റഹ്മുറഹിമീനായ റബ്ബേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവേ, അവർക്കൊക്കെ നീ ശിഫ നൽകണമേ, അവർക്കൊക്കെ നീ സമാധാനം നൽകണമേ. റഹ്മുറഹിമീനായ റബ്ബേ, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസമനുഭവിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന, ക്ലേശമനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ ആശ്വാസവും സമാധാനവും നൽകണമേ. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، وأذل الشرك والمشركين، وأذل الشرك والمشركين،
وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في كل مكان. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصرهم يا رب العالمين. اللهم عليك بأعدائك أعداء الدين. اللهم عليك بأعدائك أعداء الدين. اللهم عليك بأعدائك أعداء الدين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات، إنك مجيب الدعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين وألحقنا بالصالحين برحمتك يا أرحم الراحمين. صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين، والحمد لله رب العالمين.